ഈ വിമാനം വലിയ രീതിയിൽ വന്ന് പതിക്കുമ്പോൾ, ഈ അപകടത്തിൽ പെടുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ആ അപകടത്തിൻ്റെ വ്യാപ്തി. അങ്ങനെ ഒരു അപകടമായി അത് മാറിയിരിക്കുന്നപ്പോൾ ജനറേറ്റഡ് വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എത്രത്തോളം ഭയാനകമായിരുന്നു ഈ ദിവസത്തെ ഇന്നത്തെ ദുരന്തം എന്നുള്ളതാണ്. ആ ദുരന്തത്തിന് ശേഷമുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ ആളുകളെ അവിടേക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ വിമാനത്താവളത്തിൽ നിന്ന് എല്ലാവരും മാറ്റി എന്ന ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമായിട്ടില്ല. അതേസമയം ഇങ്ങനെ ആംബുലൻസ് ഒക്കെ ചീറിപ്പായുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്ന്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുക. 90 അംഗ NDRF സംഘമാണ് അവിടെയുള്ളത്. ഇപ്പോൾ കാണിച്ചത് ഒരു പ്രതീകാത്മക ചിത്രീകരണമാണ്, റെപ്രസെൻറ്റേഷണൽ വീഡിയോ ആണ് AI ഉപയോഗിച്ച് നിർമ്മിച്ചത്. യഥാർത്ഥത്തിലുള്ള വീഡിയോ അല്ല. ആ അപകടത്തിൻ്റെ രൂക്ഷത എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീകാത്മക ചിത്രീകരണമായിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഉള്ളത് നേരത്തെ സംഭവിച്ച കാര്യങ്ങളുടെ ദൃശ്യങ്ങൾ തന്നെയാണ്. എംലൈനറിന് ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ്, അതും പറന്നുയർന്ന ഉടനെയാണ്. പറന്നുയർന്ന 5 മിനിറ്റിനുള്ളിൽ വിമാനം തകർന്നു. എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും എക്സ്പീരിയൻസും നോക്കുമ്പോൾ നമുക്കൊരു ആശ്ചര്യം തോന്നുകയാണ്. 8200 മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഭൂഖണ്ഡാന്തര യാത്രകൾ നടത്തുന്ന വിമാനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിമാനങ്ങൾ, ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനങ്ങളും ഏറ്റവും നല്ല കണ്ടീഷനുള്ള വിമാനങ്ങളുമായിരിക്കും. അപ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വൈമാനികരായിരിക്കും അതിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് UK യിലേക്കുള്ള ഫ്ലൈറ്റാണ്, 9.5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഡ്രീംലൈനർ വിമാനമാണ് ഇവിടെ എയർ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരുപാട് കാലപ്പഴക്കമുള്ള വിമാനമല്ല, 11 വർഷം കാലപ്പഴക്കമുള്ള ഡ്രീംലൈനർ വിമാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രീംലൈനർ അപകടത്തിൽ ഇതുപോലെ, അതായത് അപകടത്തിൽപ്പെട്ട ആൾ മരിച്ച ചരിത്രമേ ഇല്ല എന്നിരിക്കെ ഒരുപക്ഷെ ബോയിങ്ങിന് തന്നെ ഇക്കാര്യം വിശദീകരിക്കേണ്ടതായി വന്നേക്കാം. ബോയിങ്ങിന് വിശദീകരിക്കേണ്ടി വരും. അപ്പം ടാറ്റയ്ക്ക് ഇന്ത്യൻ ഈ കമ്പനിയുടെ ഉടമസ്ഥർ, നടത്തിപ്പ് കമ്പനി ടാറ്റയ്ക്കാണ്, അവർക്ക് വിശദീകരിക്കേണ്ടി വരും. അദാനി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിന്റെ കൈകാര്യക്കാർ. ഇങ്ങനെ ഇവരൊക്കെ സ്വാഭാവികമായും വിശദീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിശ്ചയമാണ്. ഇപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ രാജിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് BJP നേതാവ്. പക്ഷേ അതുകൊണ്ട് അഖിലേഷ് യാദവും ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. എന്താണ് അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങൾ ഉടനടി പരിശോധിക്കപ്പെടണമെന്ന് പ്രതിപക്ഷ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സ്വരങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ മറുപടി സാങ്കേതിക പരിശോധനകൾ, വിപുലമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ തയ്യാറാക്കിയ ഒരു അന്വേഷണം, കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ സ്വാഭാവികമായും വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചെറുതും വലുതുമൊക്കെ ആണെങ്കിലും ഒരു അന്വേഷണം നിർദ്ദേശിക്കപ്പെടും. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടൊക്കെ വരേണ്ടതായിട്ട് വരും. അതിൽ സാങ്കേതിക വിദഗ്ധരുണ്ടാകും, പലവിധ ഏജൻസികളുടെ വിഭാഗങ്ങളുടെയൊക്കെ തന്നെ ഈ എക്സ്പേർട്സ് ഉണ്ടാകും. അതിനുശേഷം മാത്രമേ നമുക്ക് എന്താണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വെച്ച് നമ്മുടെ കൺമുന്നിൽ കണ്ട വിവരങ്ങൾ വെച്ചുള്ള അനുമാനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇത് 1:38 നിന്നും ഈ ടേക്ക് ഓഫ് ചെയ്യുന്നു വിമാനത്താവളത്തിൽ നിന്നും. അതിന് ആ ടേക്ക് ഓഫ് ചെയ്ത നിമിഷം തന്നെ ഒരു അലർട്ട് മെസ്സേജ്, അതായത് ഒരു ഫോൺ കോൾ വരികയാണ് ATC-ലേക്ക്. അതായത് ഒരു അപായ സൂചനയാണ് പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ ക്ഷണനേരം കൊണ്ട് തന്നെ ഏകദേശം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അപകടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജനവാസ മേഖലയിലേക്ക് ഇത് തകർന്ന് വീഴുന്നു. ക്ഷണനേരം കൊണ്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തകർന്ന് തീപിടിച്ച് താഴേക്ക് പതിക്കുന്നു.